ഹായ് ഫ്രണ്ട്സ്, ഗ്ലോബൽ എക്കണോമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ട്രേഡ് വാർ ഇപ്പോൾ വേറെ തലത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുകയും ഇപ്പോൾ ചൈനയ്ക്കെതിരെ അമേരിക്ക 245% ഒരു താരിഫാണ് പുതുതായിട്ട് ഹൈക്ക് ചെയ്തത്. അപ്പോൾ ഇത് ചൈനയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ അമേരിക്കക്കെതിരെ ചൈന ഏറ്റവും അവസാനം താരിഫ് ചുമത്തിക്കൊണ്ട് അവർ പറഞ്ഞത് ഇനി US-ഉമായിട്ട് ഒരു താരിഫ് യുദ്ധത്തിന് ഇല്ല എന്നാണ്. അതായത് US എത്ര താരിഫ് ഉയർത്തിയാലും നമ്മൾ താരിഫ് ഉയർത്തുന്നില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും അവസാനം അവരുടെ താരിഫ് ഉയർത്തിയത്. അപ്പോൾ ഈ ഒരു താരിഫ് വാറിൽ ആരും വിജയിക്കില്ലെന്നും ഇതൊരു തമാശയാണെന്നും ഒക്കെയാണ് അന്ന് ചൈനീസ് അധികൃതർ പറഞ്ഞത്. പക്ഷേ അവിടെ ചൈന യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് നേരിട്ടുള്ള ട്രേഡ് വാറിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില മെഷേഴ്സാണ് അവർ അമേരിക്കക്കെതിരെ എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള ഗാലിയം, ജർമേനിയം, ആൻറ്റിമണി പോലെയുള്ള ഹൈടെക് മെറ്റീരിയൽസ്, അത് പ്രത്യേകിച്ച് ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ഇത്തരം മിനറൽസിനെ എക്സ്പോർട്ട് ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഈ ആഴ്ച അവർ 6 ഹെവി റെയർ എർത്ത് മെറ്റൽസും അതുപോലെ തന്നെ റെയർ എർത്ത് മാഗ്നറ്റ്സും ഇതേപോലെ ബാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഓട്ടോ മേക്കേഴ്സിനും എയറോസ്പേസ് മാനുഫാക്ചേഴ്സിനും സെമി കണ്ടക്ടർ കമ്പനികൾക്കും മറ്റും അതുപോലെ മിലിറ്ററി കോൺട്രാക്ടേഴ്സിനും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവർ ഈ രീതിയിൽ അതിൻ്റെ ട്രേഡ് സസ്പെൻഡ് ചെയ്ത് അതിൻ്റെ എക്സ്പോർട്ട് നിർത്തിവെച്ചത്. അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അമേരിക്ക ഇങ്ങനെ ഒരു താരിഫ് ഏർപ്പെടുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു താരിഫ് ഹൈക്ക്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ താരിഫ് ഹൈക്ക് എക്സാക്ട്ലി എത്ര % ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് 245 വരെ പോകാം എന്നാണ് വൈറ്റ് ഹൗസ് അത് ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് അവരാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. ആ അനൗൺസ്മെൻറ്റിനോട് കൂടി അവർ പറഞ്ഞുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ബോള് ചൈനീസ് കോർട്ടിലാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ചൈന നമ്മളോട് ഒരു ഡീലിന് വേണ്ടി വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നമുക്ക് അവരോടൊരു ഡീൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ചൈനക്കാണ് നമ്മളുമായിട്ട് ഡീൽ ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ട് അവരാണ് മുൻകൈ എടുക്കേണ്ടത് എന്ന രീതിയിലാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക സമയത്തും ഒരു ഡീലിന് തയ്യാറാണ് എന്നും കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു താരിഫ് ഹൈക്കിനെതിരെ ചൈന പ്രതികരിച്ചത് നേരത്തെ പോലെ തന്നെയാണ്. അവർ പറയുന്നത് നമ്മളൊരു താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റിന് അമേരിക്കയുമായിട്ടില്ല. അതൊരിക്കലും അമേരിക്ക പേടിച്ചത് കൊണ്ടല്ല. അമേരിക്കക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു ഡീലിന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഡയലോഗിന് തയ്യാറാകണമെന്നാണ് ചൈന ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ബ്ലാക്ക് മെയിലിങ്ങും അതുപോലെ എക്സ്ട്രീം പ്രഷർ ചെലുത്തിക്കൊണ്ടും അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് ടോക്കിലേക്ക് ചൈനയെ ക്ഷണിക്കുന്നത് ഒരിക്കലും ചൈനയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അവരുടെ സ്പോക്സ് പേഴ്സൺ ഈ ഒരു താരിഫ് ഹൈക്കിനെതിരെ സംസാരിച്ചുകൊണ്ട് പുറത്തുവിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ട്രേഡ് വാർ അൺലിമിറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഗ്ലോബൽ എക്കണോമിക്ക് ഗുണമല്ല എന്ന് വ്യക്തമാണ്. ഇപ്പോൾ തന്നെ US ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സൊക്കെ ഡൗൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ നിഫ്റ്റിന്ന് 100 പോയിന്റ് അപ്പായതായിട്ട് കാണാം. 23,400 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിഫ്റ്റി. അത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ അവർ പ്രസിദ്ധീകരിച്ച മാർച്ച് മാസ ഇൻഫ്ലേഷൻ ഡാറ്റ അത് 3.34% ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ 6 വർഷത്തെ ലോ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഓഗസ്റ്റ് 2019 ഇതിനു മുമ്പ് 3.28 എന്നുള്ള ഒരു ഇൻഫ്ലേഷൻ റേറ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഫെബ്രുവരിയിൽ 3.61% ആയിരുന്നു ഇൻഫ്ലേഷൻ റേറ്റ്. അതാണിപ്പോൾ കുറഞ്ഞിട്ട് 3.34 ആയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 2024 മാർച്ചിൽ 4.85% ആയിരുന്നു ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാർക്കറ്റ് എക്കണോമിസ്റ്റുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തത് 3.6% ഒരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. പക്ഷേ അതിലും കുറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ റിസർവ് ബാങ്കിൻ്റെ ഒരു ടാർഗറ്റും 4% മാത്രമാണ്. അപ്പോൾ അതിൽ താഴെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെയധികം റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇത്ര നല്ലൊരു ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റ് 2.69% ആണ്. ഫെബ്രുവരിയിൽ അത് 3.75% ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫോള് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ വർഷം 2024 മാർച്ചിൽ 8.52 ആയിരുന്നു ഫുഡ് ഇൻഫ്ലേഷൻ. അതാണ് മൊത്തത്തിലുള്ള ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ കാരണമായത്. ഇപ്പോൾ വെജിറ്റബിൾസിൻ്റെയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളുടെയും ഒക്കെ പ്രൈസ് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിന് പാരലായിട്ട് ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും കുറഞ്ഞിട്ടുണ്ട്.
അതും 6 മന്ത്സിൻ്റെ ഒരു ലോ ആയിട്ട് 2.05% ആണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്ലേഷൻ റേറ്റ് ആ ഒരു കൺട്രോളിൽ വരുന്നത് തീർച്ചയായിട്ടും RBIക്ക് വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൾറെഡി നടത്തിയിട്ടുള്ള റേറ്റ് കട്ടിനെ സാധൂകരിക്കുന്ന ഒരു ഇൻഫ്ലേഷനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും റേറ്റ് കട്ടിനെ കുറിച്ച് ആലോചിക്കാൻ അത് സ്വാഭാവികമായിട്ടും RBIയെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ബൈങ് മോഡിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഏപ്രിൽ മാസം പിറന്നതിന് ശേഷം അവർ ഒരിക്കൽ പോലും നെറ്റ് ബയേഴ്സ് ആയിരുന്നില്ല. പക്ഷേ ഇന്നലെ അവർ 6,000 കോടിയുടെ ബൈങ് നടത്തി. ഇന്ന് നമ്മൾ കാണുന്നത് 3,936 കോടിയുടെ ഒരു ബൈങ് ആണ്. കൺസിസ്റ്റൻ്റായിട്ട് ബൈ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന മറ്റൊരു കാര്യം ഇന്ത്യ വിക്സ് വീണ്ടും കുറഞ്ഞിട്ട് ഒരു 15 എന്നുള്ള ലെവലിൽ എത്തി എന്നുള്ളതാണ്. അപ്പോൾ 20 നിന്ന് 15 ലെവലിലേക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വളറ്റിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് കുറച്ച് സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ്. കൂടാതെ നമ്മൾ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഗ്രീഡി സോണിലേക്ക് നിൽക്കുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയും. അപ്പോൾ റിസൾട്ട് സീസൺ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ വന്ന റിസൾട്ട് കാണുന്നത് വിപ്രോയുടെ റിസൾട്ടാണ്. വിപ്രോയുടെ റിസൾട്ട് യഥാർത്ഥത്തിൽ സ്ട്രീറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ സെയിൽസിൽ ഇയർ ഓൺ ഇയർ 1% ഒരു നേരിയൊരു അപ്സൈഡ് മൂവാണ് ഉണ്ടായത്. അതുപോലെ എബിറ്റ മാർജിൻ 6% എന്ന ലെവലിലാണ്. അപ്പോൾ തികച്ചും സിംഗിൾ ഡിജിറ്റാണ് നമുക്ക് ഈ നമ്പേഴ്സ് കാണാൻ കഴിയുന്നത്. നെറ്റ് പ്രോഫിറ്റ് 26% അപ്പായിട്ടുണ്ട്. അതേപോലെ ഏർണിങ്സ് പെർ ഷെയറും EPSലും ഒരു ഗ്രോത്ത് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ മാർച്ച് ക്വാർട്ടറിൽ വിപ്രോ കമ്പനി തന്നെ ഇതിനു മുമ്പേ ഉള്ള Q3 റിസൾട്ടിനോടനുബന്ധിച്ച് നടന്ന ഗൈഡൻസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ആ ഒരു കമ്പനിയുടെ ഫോർകാസ്റ്റിന് അതിൻ്റെ ഗൈഡൻസിനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഗൈഡൻസിൽ അവർ പറയുന്നത് 2026 ഫസ്റ്റ് ക്വാർട്ടറും ഇതേപോലെ ഒരു ഡിക്ലൈൻ ഉണ്ടാവുമെന്നാണ് അവർ മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ അതിന് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാക്രോ എക്കണോമിക് ഹെഡ്വിൻസ് അതൊക്കെ കമ്പനിയുടെ ഓർഡേഴ്സിനെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ക്ലയൻസൊക്കെ ഇപ്പോൾ വളരെയധികം കോഷ്യസ് ആണ്. പ്രത്യേകിച്ച് അമേരിക്കൻ യൂറോപ്യൻ മാർക്കറ്റിലുള്ള ക്ലയൻസൊക്കെ അമേരിക്കയിൽ വരാൻ പോകുന്ന റിസഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്കണോമിക് സ്ലോ ഡൗണിനെ കുറിച്ചൊക്കെ വറീഡാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്പെൻഡിങ് ഈ IT മേഖലയിൽ ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡിക്ലൈൻ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം AI റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലേക്ക് മൊത്തത്തിലുള്ള ഒരു ബിസിനസ് ആക്ടിവിറ്റീസ് മാറുന്നത് അതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് മൊത്തത്തിൽ IT കമ്പനികളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യൻ കമ്പനികൾക്ക് കിട്ടുന്ന ആ ഒരു പുതിയ വേർഷനിലുള്ള കോൺട്രാക്റ്റുകളൊക്കെ അതിൻ്റെ ആ ഒരു കൃത്യമായ ഡയറക്ഷൻ ലഭിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് ഇന്നലെ വന്നത് ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ റിസൾട്ട്. അപ്പോൾ അത് വളരെയധികം റോബസ്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടായിരുന്നു. ഇയർ ഓൺ ഇയറിൽ 37% സെയിൽസ് വർധനവും അതുപോലെ എബിറ്റയിൽ 30% വർധനവും ഉണ്ടായിട്ട് കാണാം. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 49% വളർന്നിട്ടുണ്ട്. അതുപോലെ EPSൽ 48% വർധനവും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ ഇന്ത്യ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള കാപ്പെക്സ് അതിൻ്റെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്റ്റ് റിഫ്ലക്ഷനാണ് നമുക്ക് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുള്ള ഈ സ്റ്റോക്കിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖല നമ്മൾ തീർച്ചയായിട്ടും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കാണേണ്ട ഒരു മേഖലയാണ്. കാരണം അവിടെ വലിയ തോതിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ റിട്ടേൺ കിട്ടുക എന്നുള്ളത് വളരെ സമയമെടുക്കുന്ന ഒരു ഏർപ്പാട് കൂടിയായിരിക്കും എന്നുകൂടി നമ്മൾ അവിടെ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഈ 2 കമ്പനികളുടെ റിസൾട്ടുകൾ നൽകുന്ന സൂചനകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. IT സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടി വരും. എന്നാൽ ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ പവർ സെഗ്മെൻറ്റിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളായിരിക്കും വരിക. അതാണ് ഈ 2 റിസൾട്ടുകൾ നൽകുന്ന സൂചന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.